ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിംഗിൾ ഫ്ലോഗ്. അപ്പം ഇന്ന് നമ്മൾ പോകാൻ വന്നത് ഒരു പ്രോഗ്രാമിനാണ്. ഇതാണ് ഞാൻ എൻ്റെ ഫ്ലാറ്റ്, എൻ്റെ തൊട്ടപ്പുറത്താണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഫുഡ് കൗണ്ടറാണുള്ളത്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഫുൾ ഫില്ലാണ്, ബാക്കി ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെനുകളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഫുൾ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് ഫുഡാണ് മെയിൻ. അപ്പോൾ ഞാൻ കുറച്ച് മെനുകളൊക്കെ നിങ്ങൾക്ക് കാട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്റ്റാർട്ടിങ് തന്നെ 25 യൂറോയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങണ ഇതൊന്നുമില്ല. നമ്മൾ കുറച്ചാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുക. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായത്, അത് കണ്ടിട്ട് പോയോ കേട്ടാ. Enormes artistas da Escola Passos de Dança. Vou pedir para que todos aqueles Kim Barreiros, obrigado. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കുറച്ചും കൂടി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് കേട്ടോ കാട്ടുന്നത്. അപ്പോൾ ഫുള്ള് ഇവിടുത്തെ ഓരോ കമ്പനികളുടെ കടകൾ തന്നെയായിരുന്നു ഫുള്ള്. അപ്പോൾ അങ്ങനെ കടകളുടെ ഇടയിലൊക്കെ ഫുള്ള് ആൾക്കാരായിരുന്നു. നല്ല തിരക്ക്. ഈ പാപ്പന് നടക്കാൻ വയ്യ, അതുകൊണ്ട് പാപ്പൻ ഒരു സ്കൂട്ടർ പോലത്തെ ഒരു വണ്ടിയുമാണ് പോകുന്നത്. പിന്നെ അവിടെ കുറേ സ്പിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സ്പിൻ ചെയ്യണമെങ്കിൽ 1 യൂറോയ്ക്ക് 1 റൗണ്ടാണ് പറ്റുക. അപ്പോൾ നമ്മൾ എത്ര യൂറോ കൊടുക്കണോ അത്രയ്ക്ക് റൗണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ബൈക്കിൻ്റെ ഒരു സ്റ്റോളാണ്. അപ്പോൾ നമുക്ക് അതിൽ ബൈക്കിൻ്റെ കൈച്ചെയിൻ അങ്ങനത്തെ ഒക്കെ കിട്ടും. പിന്നെ ഇതാ ക്ലൗഡ് കണ്ടോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അവിടെ കുറേ സ്പിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനമായപ്പോൾ ഇവർ സ്പിൻ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് കൊടുത്തു തുടങ്ങി. അപ്പം ഞങ്ങളൊക്കെ പോയിട്ട് ചെയ്തു. ബട്ട് അത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നു. ഇതാ ഇവിടെ കണ്ടോ ഈ മിക്കി മൗസൊക്കെ ഉണ്ടായിരുന്നു. മിക്കി മൗസിൻ്റെ അടുത്ത് ജിങ്കിളൊക്കെ പോയിട്ടോ. ജിങ്കിൾ പോയി ഹായൊക്കെ പറഞ്ഞു, കെട്ടിയൊക്കെ പിടിച്ചു. പിന്നെ അവരുടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, അയാളുടെ ഒരു ഫോട്ടോ എടുത്തു. പക്ഷേ നമുക്കത് കിട്ടണമെങ്കിൽ ഒരാൾക്ക് 5 യൂറോ സ്റ്റാർട്ടിങ് പ്രൈസാണ് നന്നായിട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു സ്പിൻ ചെയ്യുന്നത് വീണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ആൾക്കാർ സ്പിൻ ചെയ്താണ് ഞങ്ങൾ വീഡിയോ എടുത്തിരിക്കുന്നത്. അതാ പറഞ്ഞത് അവസാനമായിപ്പോൾ ഇത് തീരാതായത് രാത്രി 12 മണിക്കാണ്. അപ്പോൾ ആ സമയം ആവാതായപ്പോൾ ഞങ്ങൾ 11 മണിയായപ്പോൾ ഞങ്ങളിപ്പോൾ തിരിക്കാൻ നോക്കിയപ്പോൾ ഒരു തിരിച്ചോ കുഴപ്പമില്ല. അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ നിന്ന് മേടിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് ഒരു ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ സ്റ്റോളിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് വേറെ ഒരു കൂളറിൻ്റെ ഒക്കെ ഒരു കട. അങ്ങനെ ഓരോ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ പിന്നെ അവിടെ ഒരു ലക്കി ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കിലോ 2 kg വരുന്ന ലക്കി ബോക്സിന് 18 യൂറോയും അതിന് മുകളിലേക്ക് വരുന്നതൊക്കെ 20 യൂറോയുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്ത് ചെയ്യണ്ട. പിന്നെ ഇതും ഉണ്ടായിരുന്നു. ഇതും അവസാനം ഇപ്പോൾ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ പിക്ചർ ഞാൻ അവസാനം ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് ഒരു ബബിൾസ് പറത്തണ ഇതില്ലേ, ബബിൾ അത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ജിങ്കിൾ അത് കാട്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ ആ പാപ്പം കണ്ട് ഇവിടെ എത്തി. നടക്കാൻ പറ്റില്ല ഇയാൾക്കല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതാ വേറൊരു മിനിയേച്ചർ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയപ്പോൾ തിരിച്ചു പോകാൻ മതി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു നോക്കി. അപ്പോൾ റെഡാണ് കിട്ടിയത്. റെഡ് കിട്ടിയ പേസ്റ്റ് തരും, മിനിയേച്ചർ പേസ്റ്റ്. അപ്പോൾ ജിങ്കിൾക്കും കിട്ടി, എനിക്കും കിട്ടി കേട്ടോ. അപ്പോൾ ഇതാ വേറൊരു കടയിൽ നിന്ന് മിഠായി കിട്ടി. ഒരു മിഠായി എടുത്താൽ മതി, എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ നടക്കാണ്. കുറേ ഉണ്ട്. അപ്പോൾ ജിങ്കിൾ കാട്ടിയതാണ് എന്തൊക്കെ എനിക്ക് കിട്ടിയെന്നുള്ളത്. ഇതാ ഇവിടെയൊക്കെ പിന്നെ പബ്ബല്ല, ഇവിടെ കൂടുതൽ വൈനും ബിയറൊക്കെ ഇല്ല. അപ്പോൾ അതിൻ്റെയാണ്, നമുക്ക് അവിടേക്കൊന്നും പോകണ്ടല്ലോ. അപ്പം ഞങ്ങൾ നേരെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. മ്യൂസിയം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മ്യൂസിയത്തേക്ക് കയറിയപ്പോൾ ഇന്ന് തുറന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടൈപ്പ് റൈറ്റിങ്, പണ്ടത്തെ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വീഡിയോ അല്ല, അവിടെ അല്ല കേട്ടോ. അവിടെ കുറേ കളിക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 1 യൂറോ ഇട്ടാൽ 1 വട്ടം കളിക്കുക. അപ്പോൾ ഞങ്ങൾ ഡൗട്ടായി ഈ വലിയ പാവ എങ്ങനെ വീണാലും എങ്ങനെ കിട്ടാൻ ഞങ്ങൾ 1 വട്ടം കളിച്ചു നോക്കി. അതിന് വീഡിയോ അവസാനം കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മലയാളികളുടെ സ്റ്റോർ ഉണ്ടായിരുന്നു, തുണിക്കട.
അപ്പോൾ ഒരു മലയാളി ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ അവരെ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ മലയാളി ഫാമിലിയെ പരിചയപ്പെട്ടു കേട്ടോ. അതൊക്കെ Boa noite, senhoras e senhores. Espetáculo vai começar. Boa noite, tropa. Meus amigos, quem merece uma grande salva de palmas e eu quero agradecer é a Câmara Municipal da Trofa. Pela simpatia, pelo convite. അപ്പോൾ ഗൈസ് ഇത്രയ്ക്ക് നേരം പറഞ്ഞിട്ടും ഇതെന്ത് സംഭവം, ഇതൊരു എക്സിബിഷനാണ്. ഒരു വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുൾ എക്സിബിഷൻ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി. പിന്നെ 2 ഫോട്ടോസ് എടുത്തു തന്നെ. ആ ഫോട്ടോസും കൂടി കാട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ബൈ ബൈ, സീ യു.